നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന്റെ തീയതി പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. പല ജില്ലകളിലും ശക്തമായിട്ടുള്ള പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. അന്തരീക്ഷത്തിലും ഉയർന്ന ചൂട്, പ്രചരണത്തിലും വളരെ ഉയർന്ന ചൂട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് MP ആയിട്ടുള്ള ശശി തരൂരാണ്. ശശി തരൂർ കഴിഞ്ഞ തവണ 1,00,000-അടുത്ത് ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ആളാണ് 2019. 2014 ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 15,000-അടുത്ത് മാത്രമായിരുന്നു. ആ ഒരു സ്ഥാനത്ത് നിന്നും ഏകദേശം 1,00,000-അടുത്ത് ഭൂരിപക്ഷത്തിൽ ശബരിമല വിഷയം പൊങ്ങി വന്ന സമയത്ത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ CPI-യുടെ ആയിട്ട് മത്സരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രനും അതുപോലെ തന്നെ NDAയുടെ ആയിട്ട് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാം ഈ പ്രാവശ്യം പല ജില്ലകളിലും തീ പാറുന്ന മത്സരം ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പ്രാവശ്യം ശശി തരൂരും തിരുവനന്തപുരം ജില്ലയിൽ നല്ല രീതിയിൽ വിയർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം പല തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു BJP അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ NDA അനുകൂലമായിട്ടുള്ള ഒരു നടപടി പലയിടത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം അത് വലിയ രീതിയിൽ തന്നെ വോട്ടായിട്ട് മറ്റുള്ള പാർട്ടികളിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനും BJPയിലേക്കും ഒക്കെ പോകുവാനുള്ള, നിഷ്പക്ഷ വോട്ടുകൾ പോകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ ആര് ജയിക്കുമെന്നുള്ളത് തീ പാറുന്ന മത്സരവും അത് ഒരു ചോദ്യം തന്നെയായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ശശി തരൂരാണ് ജയിക്കുക എങ്കിൽ പോലും വലിയ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ മാർജിനിൽ ഒരു 20,000 വോട്ട് അല്ലെങ്കിൽ 25,000 വോട്ട് ആ ഒരു റേഞ്ചിലേക്ക് മാത്രം ജയിക്കുവാനുള്ള സാധ്യത, ആ ഒരു രീതിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, നമുക്കറിയാം ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ആയിട്ട് ഇരിക്കുന്ന ഒരു ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രചരണം, ഒരുപക്ഷെ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രചരണത്തിൽ ഇറങ്ങുവാനുള്ള, തിരുവനന്തപുരത്ത് ഇറങ്ങുവാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് BJPയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരം, തൃശ്ശൂർ, അതുപോലെ തന്നെ മറ്റ് 3 സീറ്റുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സീറ്റുകളാണ് തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടുതൽ ശക്തമായിട്ടുള്ള ഈ ഒരു നരേന്ദ്രമോദി കൂടെയൊക്കെ കൂടുതൽ തവണ ഈ ഒരു തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ച് പ്രചരണത്തിന് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ മത്സരം കടുകട്ടിയാവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കൂടാതെ തന്നെ CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നതോടുകൂടി തന്നെ ഇതൊരു ത്രികോണ മത്സരമായി മാറും എന്നുള്ള ഒരു കാര്യത്തിലും ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്തു തന്നെ ആയാലും ഈ തവണ ലഭിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. കേന്ദ്രത്തിന് എതിരായിട്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഏത് രീതിയിൽ ഇതെല്ലാം വോട്ടായിട്ട് വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരുപക്ഷെ ഒരു അട്ടിമറി നടന്നാൽ പോലും ഈ തവണ ലോക്സഭാ ഇലക്ഷനിലൊക്കെ അട്ടിമറികൾ നടക്കുവാനുള്ള സാധ്യതകൾ വരെ പലയിടത്തും കൂടുതലാണ്. പ്രത്യേകിച്ച് തൃശ്ശൂര്, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, കൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലകളിലൊക്കെ പലതരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവം കൂടിയാണ്. മുൻപ് നമ്മുടെ ഫക്രുദ്ദീൻ അലി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഒരുപക്ഷെ സുരേഷ് ഗോപി തന്നെ എടുക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലും ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 3 മണ്ഡലങ്ങൾ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഉയർന്ന നേതാക്കന്മാർ ഈ ഒരു മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതുതന്നെയായാലും ലോക്സഭാ ഇലക്ഷന്റെ തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ല ശക്തമായിട്ടുള്ള പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഒരു സ്ഥാനാർത്ഥികൾ 3 പേരും ശക്തരായതുകൊണ്ട് തന്നെ ഏത് രീതിയിലേക്ക് ഇലക്ഷൻ പോകുമെന്നുള്ളത് അത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളൊരു വസ്തു കൂടിയുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത MP ആകുമോ, അതോ ശശി തരൂർ ആകുമോ, അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ ആകുമോ എന്നുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ലോക്സഭാ ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ ശശി തരൂർ തന്നെയായിരിക്കും അവിടെ ജയിക്കുക. വലിയ ഭൂരിപക്ഷമൊന്നും കാണില്ല. ഒരു 14,000 മുതൽ ഒരു 20,000 അല്ലെങ്കിൽ 25,000 ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ ശശി തരൂർ തന്നെ അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. പക്ഷേ പന്ന്യൻ രവീന്ദ്രനും വോട്ട് വിഹിതം കൂട്ടും, അതുപോലെ തന്നെ BJPയുടെയും വോട്ട് ഷെയർ ഗണ്യമായ രീതിയിൽ തന്നെ വർദ്ധിക്കുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ശശി തരൂരിന്റെ വോട്ട് വിഹിതം നല്ല രീതിയിൽ തന്നെ കുറയാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷെ ജയിക്കും എന്നുള്ള ഒരു കാര്യമാണ്. ശശി തരൂർ തന്നെ ജയിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അടുത്ത ദിവസം മറ്റുള്ള മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മൾ സർവേ ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ്.
പലരുടെയും നിന്നും വോയിസ് ക്ലിപ്പുകളും അല്ലെങ്കിൽ പലരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളിലും ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക.